നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കാർഡ്സ് സ്കീൻ ഫെസ്റ്റ് 2024 ഏപ്രിൽ 22-ന് വെങ്ങല്ലൂർ മങ്ങാട്ടുകവല ബൈപ്പാസിലുള്ള കാർഡ്സ് വില്ലേജ് സ്ക്വയറിൽ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം മൂവാറ്റുപുഴ ഭാഗത്ത് നടന്നു. കടവൂരിലെ ആദ്യ സ്വീകരണ പരിപാടി CPM സംസ്ഥാന കമ്മിറ്റി അംഗം S. സതീഷ് ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ വ്യവസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്ന് പുതുപ്പള്ളി MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ. ജപ്തി നടപടിക്കിടെ വീട്ടമ്മ സ്വയം തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു. മഹിളാ അസോസിയേഷന്റെയും KSUവിന്റെയും നേതൃത്വത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ നെടുങ്കണ്ടം ശാഖയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളിയുടെ നഷ്ടപ്പെട്ട സ്വർണവും പണവും തിരികെ നൽകി മാതൃകയായി പൊതുപ്രവർത്തകൻ. യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി നിസാമുദ്ദീനാണ് കളഞ്ഞുകിട്ടിയ സ്വർണവും പണവും ഉടമയ്ക്ക് തിരികെ നൽകിയത്. വാർത്തകൾ വിശദമായി. കാർഡ്സ് സ്കീൻ ഫെസ്റ്റ് 2024 ഏപ്രിൽ 22-ന് വെങ്ങല്ലൂർ മങ്ങാട്ടുകവല ബൈപ്പാസിലുള്ള കാർഡ്സ് വില്ലേജ് സ്ക്വയറിൽ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാർഡ്സ് ചെയർമാൻ ആന്റണി കണ്ടിരിക്കൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ തൊടുപുഴ MLA PJ ജോസഫ് തിരിതെളിക്കും. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് സൗജന്യ ഇളനീർ തെങ്ങിൻ തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിക്കും. ഫാദർ സ്റ്റാൻലി കുന്നേൽ ഹരിതം മധുരം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കാലി വളർത്തൽ മേഖലയിൽ മികവ് തെളിയിച്ച കുട്ടിക്കർഷകരെ ചടങ്ങിൽ ആദരിക്കും. മേടമാസത്തിലെ 10-ാം ഉദയത്തോടനുബന്ധിച്ച് കാർഡ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രീൻ ഫെസ്റ്റ് വിത്ത് മഹോത്സവം ഏപ്രിൽ 22-ന് വെങ്ങല്ലൂർ മങ്ങാട്ടുകവല ബൈപ്പാസിലുള്ള കാർഡ്സ് വില്ലേജ് സ്ക്വയറിൽ ആരംഭിക്കും. കൃഷി ആരംഭിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയത്ത് വിത്തുകളും നടീൽ വസ്തുക്കളും കർഷകരിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രീൻ ഫെസ്റ്റ് നടത്തുന്നത്. 22-ന് വൈകിട്ട് 5-ന് കാർഡ്സ് ചെയർമാൻ ആന്റണി കണ്ടിരിക്കൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ തൊടുപുഴ MLA PJ ജോസഫ് തിരിതെളിയിക്കും. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് സൗജന്യ ഇളനീർ തെങ്ങിൻ തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിക്കും. ഫാദർ സ്റ്റാൻലി കുന്നേൽ ഹരിതം മധുരം പദ്ധതി ഉദ്ഘാടനം ചെയ്യും. കാലി വളർത്തൽ മേഖലയിൽ മികവ് തെളിയിച്ച കുട്ടിക്കർഷകരായ മാത്യു, ജോർജ് എന്നിവരെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരൻ ആദരിക്കും. 22-ാം തീയതി വൈകിട്ട് 5 മണിക്കാണ് നമ്മുടെ ഗ്രീൻ ഫെസ്റ്റിന് തുടക്കം കുറിക്കുന്നത്. ആഘോഷ പരിപാടികൾ എന്നുള്ള നിലയിൽ സെമിനാറുകളും മെഡിക്കൽ ക്യാമ്പുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവിടെ ഉൾപ്പെടെ 5 ദിവസം വിപണന മേളയും കൂടി 5 ദിവസവും, എന്നാൽ തുടർന്ന് ഏതാണ്ട് മെയ് 17-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന വിത്തുത്സവമാണ് ഇത്തവണ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 22 വർഷങ്ങളായി കാർഡ്സ് മേഖലയിൽ പഴക്കം ചെന്നു, അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ പാച്ചിലിൽ മറഞ്ഞുപോയി എന്ന് കരുതുന്ന പല കാര്യങ്ങളെയും നമ്മൾ തിരികെ കൊണ്ടുവരികയുണ്ടായി. അത് പ്രസക്തമായിരുന്നു എന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു കാലത്ത് കിഴങ്ങുവർഗ്ഗങ്ങളും അതുപോലെ തന്നെ കൊക്കോ പോലെയുള്ള ഉൽപ്പന്നങ്ങളും എല്ലാം വിലയിടിവുകൊണ്ട് കർഷകർ പൊറുതിമുട്ടിയിരുന്ന അന്തരീക്ഷത്തിൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു ചേന വിറ്റാൽ ഒരു സാരി മേടിക്കാം എന്നുള്ള അടിസ്ഥാനത്തിലാണ്. 1 കിലോ ചേനയ്ക്ക് 100 മുതൽ 130 വരെ രൂപ വില വന്നിരിക്കുന്നു. 1 കിലോ ചേനയ്ക്ക്. ഒരു ചേന എന്ന് പറയുന്നത് ഏകദേശം ആവറേജ് 8 കിലോ, 10 കിലോയും 15 കിലോയൊക്കെ ഉണ്ട്. അതിലേക്ക് കൂട്ടണം. 8 കിലോ ചേനയ്ക്ക് ഇന്ന് 800 രൂപ മുതൽ 1000 രൂപ വരെ വില വന്ന ഒരു കാലമാണ്. 200 രൂപയ്ക്ക് ആർക്കും വേണ്ടാതെ കിടന്ന കൊക്കോയ്ക്ക് ഇന്ന് 1000 രൂപയിൽ മുട്ടി 1000 രൂപയിൽ എത്തിക്കും. കൃഷി ലാഭകരമാക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് സെമിനാർ, മെഡിക്കൽ ക്യാമ്പ്, 80% വരെ സബ്സിഡി ലഭിക്കുന്ന കാർഷികോപകരണങ്ങളുടെ പ്രദർശനം, കുറഞ്ഞ ചിലവിൽ ഗാർഹിക മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള യൂണിറ്റുകളുടെ പ്രദർശനം, 30ഓളം വിപണന സാമ്പിളുകൾ, ഓർക്കിഡ്, ആന്തൂറിയം, ഇൻഡോർ പ്ലാന്റ് എന്നിവ ഉൾപ്പെടുത്തി 10,000-കണക്കിന് ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി തൈകൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, ജൈവവളങ്ങൾ, കാർഷികോപകരണങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനം, പെരുമ്പളം ശ്രീകുമാറിന്റെ ഹൈബ്രിഡ് പച്ചക്കറികളുടെ ശേഖരം, ചക്ക വിഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള നാടൻ ഭക്ഷ്യമേള എന്നിവ ഗ്രീൻ ഫെസ്റ്റിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും. കൂടാതെ ചിൽഡ്രൻസ് പാർക്ക്, ഇലക്ട്രിക് വാഹനങ്ങളിൽ സൗജന്യ യാത്ര എന്നിവയും ഒരുക്കിയിട്ടുണ്ട്.
23 രാവിലെ 10 മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിന് ചാഴിക്കാട്ട് ഹോസ്പിറ്റൽ നേതൃത്വം നൽകും. 10:30 സൗജന്യ തെങ്ങിൻ തൈകൾ വിതരണം ചെയ്യും. തുടർന്ന് ശാസ്ത്രീയ തെങ്ങ് കൃഷിയും പരിപാലനവും എന്ന വിഷയത്തിൽ സെമിനാർ. 24 രാവിലെ 10 പ്രകൃതി ചികിത്സയും ആയുർവേദവും ഉൾപ്പെടുത്തിയുള്ള മെഡിക്കൽ ക്യാമ്പിന് പാല മാർസ്ലേവ മെഡിസിറ്റി ഹോസ്പിറ്റൽ നേതൃത്വം നൽകും. 10:30 മണ്ണിന്റെ ആരോഗ്യ പരിപാലനത്തിൽ അധിക വിളവെന്ന വിഷയത്തിൽ സെമിനാർ. 25 ദന്തരോഗ നിർണയ ക്യാമ്പ് അല്ലസർ മെഡിക്കൽ കോളേജ് നേതൃത്വം നൽകും. തുടർന്ന് സെമിനാർ. 26 ഹോളി ഫാമിലി ആശുപത്രിയുടെ നേതൃത്വത്തിൽ നേത്ര പരിശോധന ജനറൽ മെഡിസിൻ ക്യാമ്പ്. 27 രാവിലെ 10:30 ചെറുതേനീച്ച കൃഷി ക്ലാസ്. ഗ്രീൻ ഫെസ്റ്റ് നഗരിയിലേക്കുള്ള പ്രവേശനവും മെഡിക്കൽ ക്യാമ്പുകളും സൗജന്യമാണ്. മേളയിൽ പങ്കെടുക്കുന്നവർക്ക് കറിവേപ്പിൻ തൈയും 1 പാക്കറ്റ് പച്ചക്കറി വിത്തും ഗിഫ്റ്റായി നൽകും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കാർഡ്സ് ചെയർമാൻ ആന്റണി കണ്ടിരിക്കൽ, ജനറൽ കൺവീനർ ജേക്കബ് മാത്യു, സെക്രട്ടറി NJ മാമച്ചൻ, ട്രഷറർ സജി മാത്യു, ഡയറക്ടർ ജയ്മോൾ ജേക്കബ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം മൂവാറ്റുപുഴ ഭാഗത്ത് നടന്നു. കടവൂരിലെ ആദ്യ സ്വീകരണ പരിപാടി CPM സംസ്ഥാന കമ്മിറ്റി അംഗം S സതീഷ് ഉദ്ഘാടനം ചെയ്തു. പച്ചക്കറികളും വാഴക്കുലയും നൽകിയാണ് പ്രവർത്തകർ ജോയിസിനെ സ്വീകരിച്ചത്. സ്വീകരിക്കാൻ വാദ്യമേളങ്ങൾ, കൊമ്പും കുഴലും, ഗരുഡൻ തൂക്കം, ദഫ്മുട്ട്, സെറ്റ് സാരി എടുത്ത് കളർഫുള്ളായി നിൽക്കുന്ന സ്ത്രീകൾ, നീളൻ ബൈക്ക് റാലി, ഇടറാത്ത സ്വരത്തിൽ ഉച്ചത്തിലുള്ള മുദ്രാവാക്യങ്ങൾ, ജനനിബിഡമായ വഴികൾ. LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കുകയാണ്. പര്യടനം കടന്നു പോകുന്ന ഓരോ സ്ഥലങ്ങളിലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ തടിച്ചുകൂടുകയാണ്. മൂവാറ്റുപുഴ മണ്ഡലത്തിലെ പര്യടനത്തിനായി പൈങ്ങോട്ടൂർ പോകുന്ന വഴിയിൽ പ്രഭാത ഭക്ഷണത്തിനായി കടവൂരിലിറങ്ങിയ ജോയിസിനെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന യുവാക്കൾ കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് ക്ഷണിച്ചു. എന്നാൽ പിന്നെ ഒരു കൈ നോക്കാമെന്ന ജോയിസും. ആദ്യ ബോൾ തന്നെ ബൗണ്ടറി കടത്തി ഉദ്ഘാടനം. പര്യടന തിരക്കിനിടയിലും ഒപ്പം കളിക്കാൻ സ്ഥാനാർത്ഥി എത്തിയതിന്റെ സന്തോഷത്തിലായിരുന്നു മിക്കവരും. കടവൂരിലെ ആദ്യ സ്വീകരണ പരിപാടി CPM സംസ്ഥാന കമ്മിറ്റി അംഗം S സതീഷ് ഉദ്ഘാടനം ചെയ്തു. പച്ചക്കറികളും വാഴക്കുലയും നൽകിയാണ് പ്രവർത്തകർ ജോയിസിനെ സ്വീകരിച്ചത്. രാവിലെ 7 മണിയോടെ കാഞ്ഞിരമ്പലത്തെ സ്വീകരണ പരിപാടിക്ക് ശേഷമാണ് സ്ഥാനാർത്ഥി ഉദ്ഘാടന പരിപാടിക്കായി ഞാറയ്ക്കൽ എത്തിയത്. പനങ്കര, കടവൂർ, മഞ്ചപ്പീടിക എന്നിവിടങ്ങളിലെ ഉജ്ജ്വല സ്വീകരണം ഏറ്റുവാങ്ങിയ സ്ഥാനാർത്ഥിയെ നോട്ട് പുസ്തകങ്ങളും പൊന്നും ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും നൽകിയാണ് ചാത്തമംഗലം സ്കൂൾ പരിസരത്തെ സ്വീകരണത്തിൽ പ്രവർത്തകർ സ്വീകരിച്ചത്. എതിർ സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ നാട്ടിലെത്തിയപ്പോഴേക്കും ജനനിബിഡമായിരുന്നു ടൗൺ. ഓലത്തൊപ്പിയും വാഴക്കുലയും നൽകിയാണ് പൈങ്ങോട്ടൂർ നിവാസികൾ ജോയിസിനെ സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന് കോതമംഗലം മേഖലയിൽ സ്വീകരണം നൽകി. ആവോലിച്ചാലിൽ CPI ദേശീയ കൗൺസിൽ അംഗം EK ശിവൻ പര്യടനം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നേര്യമംഗലത്തെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം കവളങ്ങാട്, പല്ലാരിമംഗലം, വാരപ്പെട്ടി, കോതമംഗലം വെസ്റ്റ്, നെല്ലിക്കുഴി സൗത്ത്, നെല്ലിക്കുഴി നോർത്ത് ചുറ്റി നെല്ലിക്കുഴി ടൗണിൽ സമാപിച്ചു. LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന് കോതമംഗലം മേഖലയിൽ സ്വീകരണം നൽകി. നേര്യമംഗലം ആവോലിച്ചാലിലെത്തിയ LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന് സ്വന്തം കൃഷിയിടത്തിൽ വിളഞ്ഞ പഴങ്ങളും പച്ചക്കറികളും നൽകി സ്ത്രീകളും കുട്ടികളും വൃദ്ധരും അടങ്ങുന്ന വൻ ജനാവലിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ആവോലിച്ചാലിൽ CPI ദേശീയ കൗൺസിൽ അംഗം EK ശിവൻ പര്യടനം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നേര്യമംഗലത്തെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം കവളങ്ങാട്, പല്ലാരിമംഗലം, വാരപ്പെട്ടി, കോതമംഗലം വെസ്റ്റ്, നെല്ലിക്കുഴി സൗത്ത്, നെല്ലിക്കുഴി നോർത്ത് ചുറ്റി നെല്ലിക്കുഴി ടൗണിൽ സമാപിച്ചു. പൂക്കളും പഴക്കുലകളും വിഷുക്കൊന്നയും വെള്ളരിയുമെല്ലാം നൽകി ജനങ്ങൾ ജോയിസിനെ വരവേറ്റു. ഓരോ പ്രദേശത്തും താൻ MP ആയിരിക്കെ ചെയ്ത കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് ജോയിസ് ജോർജ് നടത്തിയ പ്രസംഗം LDF നേതാക്കളായ R അനിൽകുമാർ, ആന്റണി ജോൺ MLA, ജോയ് എബ്രഹാം, ഷാജി മുഹമ്മദ്, AA അൻഷാദ്, PT ബെന്നി, ശാന്തമ പയസ്, അഡ്വക്കേറ്റ് പോൾ മുണ്ടയ്ക്കൽ, മനോജ് ഗോപി, തോമസ് തോമ്പ്രയിൽ, TP തമ്പാൻ, ഷാജി പീച്ചക്കര, ബേബി പൗലോസ്, സാജൻ അമ്പാട്ട്, ആന്റണി പുലൻ, KK ടോമി, PM മജീദ്, സിബി മാത്യു, ഖദീജ മുഹമ്മദ്, റഷീദ സലീം എന്നിവർ സംസാരിച്ചു. സ്നേഹനിർഭരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മതന്യൂനപക്ഷങ്ങളും ദളിതരും ഉൾപ്പെടെയുള്ള ആളുകൾ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിച്ച് നിർത്തപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലും പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഉയർന്നു വരേണ്ട കൃത്യതയാർന്ന പ്രതിഷേധവും പ്രതിരോധവും ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാകുന്നില്ല. അതുണ്ടാകണമെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ഇടതുപക്ഷമുണ്ടാകണം, ഇടതുപക്ഷ MP-മാരുണ്ടാകണം, ആശയ ദൃഢതയുള്ള വ്യക്തമായ നിലപാടുള്ളവരുണ്ടാവണം. അതിന് ഇടതുപക്ഷ MP-മാർ ഇന്ത്യയുടെ പാർലമെന്റിൽ ഉയർത്തുന്ന പ്രതിരോധത്തിനൊപ്പം ചേർന്ന് നിൽക്കാൻ, ഇതുപോലുള്ള എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ നാടിന്റെ നിലപാട് പറയാൻ, നിങ്ങളുടെ നിലപാട് പറയാൻ, ഉറക്കെ പറയാൻ. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.
ജനാധിപത്യ വ്യവസ്ഥയെ സംരക്ഷിക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്ന് പുതുപ്പള്ളി MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി UDF രാജാക്കാട് മണ്ഡലം കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയവടുതി ആപ്കോസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമത്തിന് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി നേതൃത്വം നൽകി. ജനാധിപത്യ വ്യവസ്ഥയെ സംരക്ഷിക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാർഷിക മേഖലയെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നതെന്നും പുതുപ്പള്ളി MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി UDF രാജാക്കാട് മണ്ഡലം കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ട് സർക്കാരുകൾ അത് കേന്ദ്രമാകട്ടെ കേരളമാകട്ടെ കർഷകർ താല്പര്യമില്ല. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ശാസ്ത്രി പറഞ്ഞത് ജയ് ജവാൻ ജയ് കിസാൻ. എങ്ങനെയാണോ നമ്മുടെ അതിർത്തി നമ്മുടെ ജവാന്മാർ കാക്കുന്നത്, അതുപോലെ നമ്മുടെ രാജ്യത്തെ കാക്കുന്നതാണ് നമ്മുടെ കിസാൻ അല്ലെങ്കിൽ കർഷകർ. അപ്പോൾ ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ നമ്മുടെ ഡാമുകൾക്ക് അടിസ്ഥാന ശരിയായിട്ടത് കർഷകർക്ക് വേണ്ടി, പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയത് കർഷകർക്ക് വേണ്ടിയാണ്. ആദ്യത്തെ 3-4 കാർഷിക പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് വേണ്ടിയായിരുന്നു. ആ കാർഷിക മേഖലയെ തകർക്കുവാനുള്ള ശ്രമത്തിലാണ് ഇവിടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നിലകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ നമ്മൾ പ്രതികരിച്ചു. കാർഷിക മേഖലയായ രാജകുമാരി, രാജാക്കാട്, ശാന്തൻപാറ, സേനാപതി, ഉടുമ്പൻചോല മേഖലകളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി UDF ബൂത്ത് തല കുടുംബസംഗമങ്ങൾ പുരോഗമിക്കുകയാണ്. ലോക്സഭാ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ബൂത്ത് കൺവെൻഷനുകളും കുടുംബസംഗമങ്ങളും നടന്നുവരുന്നത്. UDF രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയവടുതി ആപ്കോസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമത്തിന് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി നേതൃത്വം നൽകി. അഡ്വക്കേറ്റ് സേനാപതി വേണു മുഖ്യപ്രഭാഷണം നടത്തി. MJ കുര്യൻ, R ബാലൻപിള്ള, CB കൊച്ചുവള്ളാട്ട്, MP ജോസ്, ഇമാൽ ഇടശ്ശേരിക്കുടി, ബെന്നി പാലക്കാട്, കിങ്ങിണി രാജേന്ദ്രൻ, KS ശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. ജപ്തി നടപടിക്കിടെ വീട്ടമ്മ സ്വയം തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു. മഹിളാ അസോസിയേഷന്റെയും KSUവിന്റെയും നേതൃത്വത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ നെടുങ്കണ്ടം ശാഖയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജപ്തി നടപടിക്കിടെ വീട്ടമ്മ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് മഹിളാ അസോസിയേഷന്റെയും KSUവിന്റെയും നേതൃത്വത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഇടുക്കി നെടുങ്കണ്ടം ശാഖയിലേക്ക് മാർച്ചും ധർണയും നടത്തി. ബാങ്കിന് മുമ്പിലേക്ക് തള്ളിക്കയറുവാൻ ശ്രമിച്ച KSU പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. തുടർന്ന് KSU പ്രവർത്തകർ റോഡിൽ കുത്തിയിരിപ്പ് സമരം നടത്താൻ ശ്രമിച്ചതും പോലീസ് തടഞ്ഞു. ഇതിന് പിന്നാലെയാണ് മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ പ്രകടനമായി ബാങ്കിന് മുൻപിലെത്തി പ്രതിഷേധിച്ചത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജപ്തി നടപടികൾക്കായി ബാങ്ക് അധികൃതർ നെടുങ്കണ്ടം ആനിക്കുന്നേൽ ദിലീപിന്റെ വീട്ടിലെത്തിയത്. ഈ സമയം ദിലീപിന്റെ ഭാര്യ ഷീബ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ ഷീബ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ആത്മഹത്യാ ശ്രമം തടയുന്നതിനിടെ വനിതാ പോലീസ് ഓഫീസറായ അമ്പിളിക്കും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും പൊള്ളലേറ്റു. സാരമായി പൊള്ളലേറ്റ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം വരും ദിവസങ്ങളിലും ബാങ്കിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുവാനാണ് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ തീരുമാനം. പ്രതിഷേധത്തെ തുടർന്ന് ഇന്ന് ബാങ്ക് തുറന്നു പ്രവർത്തിച്ചിട്ടില്ല. പോലീസ് ബാങ്കിന് മുമ്പിൽ നില ഉറപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊഴിലുറപ്പ് തൊഴിലാളിയുടെ നഷ്ടപ്പെട്ട സ്വർണവും പണവും തിരികെ നൽകി മാതൃകയായി പൊതുപ്രവർത്തകൻ. തൊടുപുഴ വടക്കമുറി മറ്റക്കാട്ടിൽ ഗിരിജാചന്ദ്രന്റെ 2 പവൻ മാലയും 2000 രൂപയും അടങ്ങിയ പേഴ്സാണ് വടക്കമുറി ജംഗ്ഷനിൽ വെച്ച് നഷ്ടപ്പെട്ടത്. പൊതുപ്രവർത്തകനും യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറിയുമായ നിസാമുദ്ദീന് ഈ പേഴ്സ് ലഭിക്കുകയും തുടർന്ന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെത്തി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഗിരിജയ്ക്ക് പേഴ്സ് കൈമാറുകയും ചെയ്തു. SI ബിജു, CPO ബേസിൽ എന്നിവർ നിസാമുദ്ദീനെ അഭിനന്ദിച്ചു. ഇത് ഗിരിജ ചേച്ചിയാണ്. ഗിരിജ ചേച്ചി പണിക്ക് പോകുന്ന ആളാണ്. പണിക്ക് പോയപ്പോഴത്തേക്ക് കഴുത്തേടാനുള്ള മാല പണിക്ക് പോകുമ്പോഴടുത്ത് നഷ്ടപ്പെടണമെന്ന് കരുതി പുള്ളിക്കാരി കയ്യിലൊരു പേഴ്സിനകത്ത് സൂക്ഷിച്ചേക്കായിരുന്നു. പച്ച പേഴ്സിനകത്ത് സൂക്ഷിച്ച് വഴിയിൽ നിന്ന് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെ ഇത് വഴിയിൽ നിന്ന് നമ്മുടെ നിസാമുദ്ദീൻ എന്ന് പറഞ്ഞ ചേട്ടനെ കിട്ടി. തൊടുപുഴക്കാരനാണ്. ഞങ്ങൾ പരിചയക്കാരാണ്, 2 പരിചയമൊക്കെ. ഇത് ചേച്ചിയുടെ കൂടെ വന്ന ആൾക്കാരാണ്. ഗിരിജ ചേച്ചിയുടെ കൂടെ വന്ന ആൾക്കാരാണ് മാല പോയെന്ന് പറയാം. അപ്പം നിസാമുദ്ദീന് മാല കിട്ടിയപ്പോൾ തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഇത്രയും പെട്ടെന്ന് സത്യസന്ധമായ രീതിയിൽ ആ പ്രോപ്പർ ചാനൽ അദ്ദേഹം അറിയാവുന്ന ഫസ്റ്റ് ടൈമിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ വരികയും പോലീസ് സ്റ്റേഷൻ അറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് പോലീസ് നമ്മുടെ ഗിരിജ ചേച്ചി അറിയിക്കുകയും ഗിരിജ ചേച്ചി വളരെ സന്തോഷത്തോടെ വന്ന് ഗിരിജ ചേച്ചിയുടെ മാലയും പൈസയും 32,000 രൂപയുണ്ട്. അത് കൃത്യമായിട്ട് ആ ചേച്ചി എൻ്റെ അടയാളമൊക്കെ പറഞ്ഞു അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നിസാമുദ്ദീന് കേരള പോലീസ് തൊടുപുഴ
പോലീസ് സ്റ്റേഷൻ്റെ ഭാഗമായിട്ട് വളരെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അപ്പോൾ എന്നാലും ജയിച്ച 2 പേരെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ ജയിച്ചേ കൂട്ടിക്കൊണ്ടു അവർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇവരെയൊക്കെ എനിക്ക് നേരിട്ട് പരിചയമുള്ളതാണ്. അതെ, ഇവരെ ക്ലാസ്മേറ്റുമാണ്, ഗിരിജാജി ചേട്ടൻ ക്ലാസ്മേറ്റുമാണ്. അപ്പോൾ വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി. പട്ടാപ്പകൽ വീട്ടിലെത്തി വയോധികയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി സ്വർണം കവർന്ന കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പ്രശംസാപത്രം. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പ്രശംസാപത്രം കൈമാറി. ഈ 5 ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 20 പേരടങ്ങുന്ന അന്വേഷണ സംഘത്തിന് ഗുഡ് സർവീസ് എൻട്രിക്കുള്ള ശുപാർശയും നൽകും. ഇടുക്കി ഡിവൈഎസ്പി സാജു വർഗീസ്, അടിമാലി SHO ജോസ് മാത്യു, മുരിക്കാശ്ശേരി SHO അനിൽകുമാർ, SIമാരായ CS അഭിറാം, ഉദയകുമാർ എന്നിങ്ങനെ 5 പേർക്കാണ് അഭിനന്ദന പത്രം നൽകിയത്. ഈ 5 ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 20 പേരടങ്ങുന്ന അന്വേഷണ സംഘത്തിന് ഗുഡ് സർവീസ് എൻട്രിക്കുള്ള ശുപാർശയും നൽകും. കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചടുലമായ നീക്കങ്ങളിലൂടെ ഒളിവിലായ പ്രതികളെ പിടികൂടിയിരുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അഭിനന്ദന പത്രം തയ്യാറാക്കി നൽകിയത്. കൊല്ലം സ്വദേശികളായ അലക്സിനെയും കവിതയെയുമായിരുന്നു സംഭവം നടന്ന് 17 മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്തത്. SIമാരായ CR സന്തോഷ്, അബ്ബാസ് മീരാൻ എന്നിവരും വനിതാ പോലീസുകാരടങ്ങുന്ന 20 അംഗ സംഘവുമാണ് സജീവമായി രംഗത്തുണ്ടായിരുന്നത്. ഇതിനിടെ പ്രതികളെ വ്യാഴാഴ്ച കസ്റ്റഡിയിൽ വാങ്ങിയ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. 5 ദിവസത്തേക്കാണ് അടിമാലി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇവരെ കസ്റ്റഡിയിൽ വിട്ട് നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി. സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മുതലക്കോട് ഫൊറോന പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന് ഏപ്രിൽ 21 കൊടിയേറുമെന്ന് മുതലക്കോട് ഫൊറോന പള്ളി വികാരി റവറൻഡ് ഡോക്ടർ ജോർജ് താണത്തുപറമ്പിൽ അറിയിച്ചു. തീർത്ഥാടന കേന്ദ്രമായ മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ഏപ്രിൽ 21 മുതൽ 24 വരെ ആഘോഷിക്കും. തിരുനാളിന് മുന്നോടിയായി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. പള്ളിയും പരിസര പ്രദേശങ്ങളും തോരണങ്ങളും അലങ്കാര ബൾബുകളും കൊണ്ട് മനോഹരമാക്കിയിരിക്കുകയാണ്. 21 രാവിലെ 6 ഫാദർ സാജൻ നാരങ്ങാത്തോട്ടത്തിൽ CST വിശുദ്ധ കുർബാന അർപ്പിക്കും. രാവിലെ 7:15 ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് പുന്നക്കോട്ടിൽ കൊടിയേറ്റ് നിർവഹിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കും. രാവിലെ 10 ഫാദർ സിറിയക് ഞാളൂർ, ഉച്ചകഴിഞ്ഞ് 2:30 ഫാദർ ഫ്രാൻസിസ് കണ്ണാടൻ, വൈകുന്നേരം 4:30 ഫാദർ ജീവൻ കദളിക്കാട്ടിൽ എന്നിവർ വിശുദ്ധ കുർബാന അർപ്പിക്കും. മുതലക്കോടം മുത്തപ്പൻ്റെ തിരുനാളിൻ്റെ പ്രധാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. നാളെ 21-ാം തീയതി കൊടിയേറ്റ്, നാളെ കഴിഞ്ഞ് 22-ാം തീയതി പഴുക്കാകുളം കപ്പേളയിൽ നിന്നുള്ള പ്രദക്ഷിണം, 23-ാം തീയതി മങ്ങാട്ടുകവലയിലേക്ക് പ്രദക്ഷിണം, 24-ാം തീയതി പ്രധാന തിരുനാൾ. ധാരാളം തീർത്ഥാടകർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. നാളെ അഭിവന്യമാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് കൊടിയേറ്റും. 23-ാം തീയതി വൈകുന്നേരം 4:30 രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് മുഖ്യ കാർമ്മികനായിരിക്കും. ധാരാളം സന്ദർശകർ, ധാരാളം തീർത്ഥാടകർ മുത്തപ്പൻ്റെ മാധ്യസ്ഥം തേടി ഈ പള്ളിയിലേക്ക്, മുതലക്കുളം പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 24 രാവിലെ 5:15 6 വിശുദ്ധ കുർബാന, 7:30 ഫാദർ ടോബിൻ ആലപ്പുരയ്ക്കൽ, 9 ഫാദർ ഇമാനുവൽ വെള്ളാംകുന്നിൽ, 2:30 ഫാദർ ജോസ് കുളത്തൂർ, 4:30 ഫാദർ ജെയിംസ് പറക്കനാൽ എന്നിവർ വിശുദ്ധ കുർബാന അർപ്പിക്കും. ബുധനാഴ്ച രാവിലെ 10:30 ഫാദർ പോൾ പൂവത്തിങ്കൽ CMI വിശുദ്ധ കുർബാന അർപ്പിക്കും. ഫാദർ ജോസഫ് 40 ചിറ സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണം, പിന്നീട് നേർച്ച സദ്യയും കോഴിലേലവും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടുക്കി ജില്ലയിലെ പ്രചരണ പരിപാടികൾക്കെത്തിയ പുതുപ്പള്ളി MLAയും കോൺഗ്രസിന്റെ ആരാധനായ നേതാവ് ഉമ്മൻചാണ്ടിയുടെ മകനുമായ ചാണ്ടി ഉമ്മന് തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാർ എസ്റ്റേറ്റിൽ വെച്ച് നടന്ന കുടുംബസംഗമത്തിൽ സ്വീകരണം നൽകി. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടുക്കി ജില്ലയിലെ പ്രചാരണ പരിപാടികൾക്കെത്തിയ പുതുപ്പള്ളി MLAയും കോൺഗ്രസിന്റെ ആരാധ്യനായ നേതാവ് ഉമ്മൻചാണ്ടിയുടെ മകനുമായ ചാണ്ടി ഉമ്മനാണ് തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാർ എസ്റ്റേറ്റിൽ വെച്ച് നടന്ന കുടുംബസംഗമത്തിൽ സ്വീകരണം നൽകിയത്. കോൺഗ്രസ് ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സ്വപ്ന പദ്ധതിയിലൂടെ രാജ്യത്തെ അഭ്യസ്തവിദ്യരായ യുവതിയുവാക്കൾക്ക് തൊഴിൽ പരിശീലനത്തിലൂടെ തൊഴിലവകാശമായി മാറുവാൻ പോവുകയാണെന്നും ഇടുക്കി ജില്ലയുടെ പ്രശ്നങ്ങൾക്ക് ഡീൻ കുര്യാക്കോസ് അല്ലാതെ മറ്റാര് ജയിച്ചാലും പരിഹാരമാവില്ലെന്നും ഇടുക്കിയിൽ DK തരംഗമാണെന്നും ചാണ്ടി ഉമ്മൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇവിടെ ഡീൻ അല്ലാതെ മറ്റാര് ജയിച്ചാലും ഇത് സാധ്യമാകാത്ത സാഹചര്യത്തിലേക്ക് ഈ രാജ്യം കടന്നു പോകാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരിടത്തും ഇത്രയ്ക്ക് ആവേശം എനിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. 22 പേര്
70 കോടി ഇന്ത്യക്കാരുടെ കയ്യിലിരിക്കുന്ന അത്രയും സ്വത്ത് കൈകാര്യം ചെയ്യും 22 പേര്. ഈ 2 റോയിലുള്ള അത്രേ ഉള്ളൂ. ഈ 2 റോയിൽ ഇരിക്കുന്ന അത്ര ആളുകൾ 70 കോടി ഇന്ത്യക്കാരുടെ 70 കോടി ഇന്ത്യക്കാരുടെ സ്വത്ത് കൈകാര്യം ചെയ്യുക. അത്രയും സ്വത്ത് അവരുടെ കയ്യിലുണ്ട്. ഓർത്തു നോക്കണം. അപ്പൊ പിന്നെ ഈ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് 1 ലക്ഷം കൊടുക്കുന്നതിന് എന്താ തെറ്റ്? എത്ര കൊടുത്താലും മതി വരത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെയാണ് വീട്ടമ്മമാർക്ക്, പാവപ്പെട്ട കുടുംബങ്ങളിൽ വരുന്നവർക്ക് 1 ലക്ഷം രൂപ കൊടുക്കാനുള്ള തീരുമാനം. വണ്ടിപ്പെരിയാർ പെരിയാർ എസ്റ്റേറ്റിൽ നടന്ന കുടുംബ സംഗമത്തിൽ DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സിറിയക് തോമസ്, PA അബ്ദുൾ റഷീദ്, മുൻ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ, പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ടടി, H അബ്ദുൾ സമദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. മുട്ടം IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ റോബോട്ടിക്സ് സമ്മർ ക്യാമ്പിന് തുടക്കം കുറിച്ചു. PTA പ്രസിഡന്റ് നന്ദഗോപൻ TSന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കടുത്തുരുത്തി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു S ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലാസുകൾ നയിക്കുന്നത് സൃഷ്ടി റോബോട്ടിക്സ് CEO സുനിൽ പോൾ ആണ്. മുട്ടം IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ റോബോട്ടിക്സ് സമ്മർ ക്യാമ്പിന് തുടക്കം കുറിച്ചു. PTA പ്രസിഡന്റ് നന്ദഗോപൻ TSന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കടുത്തുരുത്തി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു S ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലാസുകൾ നയിക്കുന്നത് സൃഷ്ടി റോബോട്ടിക്സ് CEO സുനിൽ പോൾ ആണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ചും IHRD THSSന്റെ സവിശേഷതകളെക്കുറിച്ചും പ്രിൻസിപ്പൽ ഹണി ജോസ് സംസാരിച്ചു. കയറ്റ് ജില്ലാ കോർഡിനേറ്റർ ഷാജി PK ആശംസകൾ നേർന്നു. AI റോബോട്ടിക്സിന്റെ അനന്തസാധ്യതയെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള 80 കുട്ടികളാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. അതിനൂതന സാങ്കേതിക വിദ്യയായ AI റോബോട്ടിക്സ് മേഖലകളിലെ വൈജ്ഞാനിക വാതായനങ്ങൾ കുട്ടികൾക്ക് തുറന്നു കൊടുക്കുക എന്നതാണ് ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹ്യൂമനോയിഡ്, വാട്ടർ റോബോട്ട് എന്നിവയും ഈ ക്യാമ്പിൽ നിർമ്മിക്കപ്പെടും. ക്യാമ്പ് 20-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, മുട്ടം. താമരശ്ശേരി ചുരം കടന്നൊരു വയനാടൻ യാത്ര. തൊടുപുഴ KSRTC ബജറ്റ് ടൂറിസം സെല്ലാണ് യാത്ര ഒരുക്കിയിരിക്കുന്നത്. ഏപ്രിൽ 22 തിങ്കളാഴ്ച രാത്രി 9:30 പുറപ്പെട്ട് ഏപ്രിൽ 25 വ്യാഴാഴ്ച പുലർച്ചെ തിരിച്ചെത്തും. ചാർജ് 1830 രൂപയാണ്. KSRTC സ്ലീപ്പറിലെ താമസവും വയനാടൻ കാടുകളിലൂടെയുള്ള ജംഗിൾ സഫാരിയും ഉൾപ്പെടെയാണ്. ഭക്ഷണത്തിനും മറ്റ് അനുബന്ധ ചെലവുകളും ഉൾപ്പെടുന്നില്ല. തൊടുപുഴ KSRTC ബജറ്റ് ടൂറിസം സെൽ താമരശ്ശേരി ചുരം കടന്നൊരു വയനാടൻ യാത്ര ഒരുക്കുന്നു. ഏപ്രിൽ 22 തിങ്കളാഴ്ച രാത്രി 9:30 പുറപ്പെട്ട് 25 വ്യാഴാഴ്ച പുലർച്ചെ തിരിച്ചെത്തുന്ന വയനാടൻ യാത്രയാണ് നടത്തുന്നത്. KSRTC സ്ലീപ്പറിലെ താമസവും വയനാടൻ കാടുകളിലൂടെയുള്ള ജംഗിൾ സഫാരിയും ഉൾപ്പെടെ 1830 രൂപയാണ് ചാർജ്. ഭക്ഷണത്തിന് മറ്റനുബന്ധ ചെലവുകളും ഇതിൽ ഉൾപ്പെടുന്നില്ല. പൈതൃക സമ്പത്തുകളുടെ നിധികുംഭമായ വയനാടിനെ തൊട്ടറിയാൻ ലഭിക്കുന്ന അപൂർവ അവസരം ഈ യാത്രയുടെ ഏടുകൾ മറിക്കുമ്പോൾ. എന്നൂര് എന്ന ആദിവാസി പൈതൃക ഗ്രാമ സൗന്ദര്യവും കണികണ്ട് ഇന്ത്യയുടെ മാപ്പിന്റെ ആകൃതിയിലുള്ള പൂക്കോട് തടാകത്തിന്റെ തണുപ്പും തൊട്ടറിഞ്ഞ് പെഡൽ ബോട്ടിംഗ് നടത്തി തേനൂറും വിഭവങ്ങളുടെ സംഗമ ഭൂമിയായ ഹണി മ്യൂസിയത്തിലെത്തുമ്പോൾ തേനീച്ചകളുടെ താളമേളങ്ങൾ നമ്മെ വരവേൽക്കുന്നുണ്ടാവും. രാത്രിയിൽ വയനാടൻ വനാന്തരങ്ങളിലൂടെയുള്ള ആനവണ്ടിയിൽ ഒരു ജംഗിൾ സഫാരിയും കൂടിയാകുമ്പോൾ ഒരു ദിനം കഴിഞ്ഞുപോയത് അറിയുന്നില്ല. രാത്രിയിൽ KSRTC സ്ലീപ്പറിൽ മൂടിപ്പൊതിച്ച് ഒരു മയക്കം. കേരള സിംഹം വീരപഴശ്ശിയുടെ സ്മരണകൾ ഉണർത്തുന്ന പഴശ്ശി പാർക്കും വയനാടിന്റെ സൗന്ദര്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കബനി നദിയുടെ സൃഷ്ടിയായ കുറുവാദ്വീപും ചെങ്ങാളത്തിലൂടെ കബനി നദിയിലൊരു യാത്രയും ബാണാസുര സാഗർ അണക്കെട്ടിന്റെ വിശേഷങ്ങളും ഈ യാത്രയുടെ ഏടുകളിൽ കോറിയിടുമ്പോൾ വയനാടൻ യാത്ര എന്ന പുസ്തകത്തിന് മികവ് ഏറുകയാണ്.
കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാം 8304889896 9605192092 9744910383 തുടങ്ങിയ നമ്പറുകളിൽ. രാവിലെ 9:30 മുതൽ 4:30 വരെ തൊടുപുഴ ഡിപ്പോയിൽ ആധാർ കാർഡ് സഹിതമെത്തി സീറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കപ്പലോടാൻ കടൽ വേണമെന്നില്ല. ഇടുക്കി അണക്കെട്ടിന്റെ ഭാഗമായ കുളമാവ് ജലാശയത്തിലാണ് നാവികസേനയുടെ പുതിയ പരീക്ഷണ കപ്പൽ. പൊതുജനങ്ങൾക്ക് ഇത് കാണാനാവില്ല. ഇന്ത്യയിൽ ഇത്തരത്തിൽ ആദ്യത്തേതാണ് ഈ കപ്പൽ. ഇന്ത്യൻ നാവികസേനയ്ക്കായി വികസിപ്പിച്ച അത്യാധുനിക സോണാർ സംവിധാനമാണ് ഇവിടെ പ്രാവർത്തികമാക്കിയത്. അണക്കെട്ടിലിറങ്ങി ഗവേഷണം നടത്താൻ കഴിയുന്ന വലിയ പരീക്ഷണ കപ്പലിന്റെ ചെറിയ പതിപ്പാണ് ഇവിടെ നിർമ്മിച്ചത്. കപ്പലോടാൻ കടൽ വേണമെന്നില്ല. ഇടുക്കി അണക്കെട്ടിന്റെ ഭാഗമായ കുളമാവ് ജലാശയത്തിലാണ് നാവികസേനയുടെ പുതിയ പരീക്ഷണ കപ്പൽ. പൊതുജനങ്ങൾക്ക് ഇത് കാണാനാവില്ല. ഇന്ത്യയിൽ ഇത്തരത്തിൽ ആദ്യത്തേതാണ് ഈ കപ്പൽ. ഇന്ത്യൻ നാവികസേനയ്ക്കായി വികസിപ്പിച്ച അത്യാധുനിക സോണാർ സംവിധാനമാണ് വെള്ളത്തിനടിയിലെ വസ്തുക്കളുടെ ശബ്ദതരംഗങ്ങൾ വിശകലനം ചെയ്യാനുള്ള വിവരശേഖരണം ഇവിടെ പ്രാവർത്തികമാക്കിയത്. അണക്കെട്ടിലിറക്കി ഗവേഷണം നടത്താൻ കഴിയുന്ന വലിയ പരീക്ഷണ കപ്പലിന്റെ ചെറിയ പതിപ്പാണ് ഇവിടെ നിർമ്മിച്ചത്. കുളമാവിലെ നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രാഫിക് ലബോറട്ടറിയിലാണ് സബ്മേഴ്സിബിൾ പ്ലാറ്റ്ഫോം ഫോർ അക്വസ്റ്റിക് ക്യാരക്ടറൈസേഷൻ ആൻഡ് ഇവാലുവേഷൻ ഒരുക്കിയിരിക്കുന്നത്. 60 മീറ്റർ നീളവും 22 മീറ്റർ വീതിയുമാണ് ഇതിനുള്ളത്. ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമും അന്തർവാഹിനി പോലെ വെള്ളത്തിൽ താഴ്ന്നു കിടക്കുന്ന മറ്റൊന്നുമാണ് പരീക്ഷണ കപ്പലിലെ പ്രധാന സജ്ജീകരണങ്ങൾ. 100 മീറ്റർ ആഴത്തിൽ താഴ്ന്നു കിടക്കാൻ ഈ അന്തർവാഹിനി പ്ലാറ്റ്ഫോമിന് കഴിയും. കുളമാവിലെ നേവൽ പരീക്ഷണ കപ്പലിന്റെ പ്രവർത്തനോദ്ഘാടനം DRDO ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് നിർവഹിച്ചു. നാവികസേനയുടെ കപ്പലുകൾ, അന്തർവാഹിനികൾ, ഹെലികോപ്റ്ററുകൾ എന്നിവയിലെ പുതിയ സോണാർ സംവിധാനത്തിന്റെ ഗവേഷണങ്ങൾക്കായാണ് ഇത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിച്ച പരീക്ഷണ കപ്പലിന്റെ ഭാഗങ്ങൾ കുളമാവിലെത്തിച്ച് സംയോജിപ്പിക്കുകയായിരുന്നു. സോണാർ സംവിധാനത്തിലെ സെൻസറുകളുടെ ദ്രുതവിന്യാസത്തിനും അവ എളുപ്പത്തിൽ വീണ്ടെടുക്കുന്നതിനും വേണ്ടിയുള്ള പരീക്ഷണങ്ങൾക്കാണ് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയെന്ന് അധികൃതർ വിശദമാക്കി. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഡ് സ്ക്രീൻ ഫെസ്റ്റ് 2024 ഏപ്രിൽ 22 വെങ്ങല്ലൂർ മങ്ങാട്ടുകവല ബൈപ്പാസിലുള്ള കാർഡ്സ് വില്ലേജ് സ്ക്വയറിൽ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം മൂവാറ്റുപുഴ ഭാഗത്ത് നടന്നു. കടവൂരിലെ ആദ്യ സ്വീകരണ പരിപാടി CPM സംസ്ഥാന കമ്മിറ്റി അംഗം S സതീഷ് ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ വ്യവസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്ന് പുതുപ്പള്ളി MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ. ജപ്തി നടപടിക്കിടെ വീട്ടമ്മ സ്വയം തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു. മഹിളാ അസോസിയേഷന്റെയും KSUവിന്റെയും നേതൃത്വത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ നെടുങ്കണ്ടം ശാഖയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളിയുടെ നഷ്ടപ്പെട്ട സ്വർണവും പണവും തിരികെ നൽകി മാതൃകയായി പൊതുപ്രവർത്തകൻ. യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി നിസാമുദ്ദീനാണ് കളഞ്ഞുകിട്ടിയ സ്വർണവും പണവും ഉടമയ്ക്ക് തിരികെ നൽകിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.